വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള വാക്പോര് ഇന്നും തുടരുകയാണ്. കേരളത്തിൽ യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പോമോനെ വിജയ പരാമർശത്തിന് അല്പം അതിരുകടന്ന മറുപടിയാണ് പിണറായി വിജയൻ നൽകിയത്. ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നേമത്തെ പ്രചാരണ വേദിയിൽ നടത്തിയ പരാമർശം രേവന്ത് റെഡ്ഡി കേരള മുഖ്യമന്ത്രിക്ക് എഴുതിയ ഔദ്യോഗിക കത്തിലും പോമോനെ വിജയ പരാമർശം ആവർത്തിച്ചതാണ് പിണറായി വിജയനെ പ്രകോപിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിൽ തുടരുന്ന രേവന്ത് റെഡ്ഡി വിവാദ പരാമർശം ആവർത്തിച്ചു. ബൈ ബൈ പിണറായി എന്ന് കേരളത്തിലെ വോട്ടർമാർ പറയുമെന്നും മാവേലിക്കരയിൽ നടന്ന പ്രചാരണ പരിപാടിയിൽ രേവന്ത് റെഡ്ഡി പറഞ്ഞു. ഇതിനിടെ രേവന്ത് റെഡ്ഡിയുടെ കത്തിന് കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ നിരത്തിയുള്ള മറുപടി കത്തും ഇന്ന് പിണറായി വിജയൻ പങ്കുവച്ചു. രാഷ്ട്രീയ വ്യത്യാസം സ്വാഭാവികമാണെന്നും പക്ഷേ വ്യക്തി അധിക്ഷേപം അംഗീകരിക്കാവുന്നതല്ല എന്നും പിണറായി കത്തിൽ വ്യക്തമാക്കി. അതേസമയം മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രേവന്ത് റെഡ്ഡിയുടെ കത്തിലെ പരാമർശത്തെ വിമർശിച്ച CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജും രംഗത്തെത്തി. മുഖ്യമന്ത്രിമാരുടെ പരസ്പരമുള്ള പരാമർശങ്ങൾ അതിരു കടന്നു. ഔദ്യോഗിക കത്തിലും രേവന്ത് റെഡ്ഡി വിവാദ പരാമർശം ആവർത്തിച്ചത് മനഃപൂർവ്വമോ? കാണാം RD എക്സ്ട്രാക്ട്. 1 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിലെ അവസാന ചോദ്യമായാണ് മാധ്യമപ്രവർത്തകർ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പരാമർശങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. ഇതിനു മറുപടി പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന അതിരുകടന്ന തിരിച്ചടി. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികളും മര്യാദകളൊക്കെ ഉണ്ടെന്നും അതിനൊക്കെ ചേർന്ന രീതിയിലാണോ അദ്ദേഹത്തിന്റെ ഇടപെടലെന്ന് അദ്ദേഹം തന്നെ സ്വയമേ ചിന്തിക്കട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നേമത്തെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥിന്റെ റോഡ് ഷോയ്ക്കിടെയായിരുന്നു രേവന്ത് റെഡ്ഡി പോമോനെ വിജയ എന്ന പരാമർശം ആദ്യം ഉയർത്തിയത്. ഇതിനുശേഷം പിണറായി വിജയൻ എഴുതിയ ഔദ്യോഗിക കത്തിലും ഇതേ പരാമർശം രേവന്ത് റെഡ്ഡി ആവർത്തിച്ചിരുന്നു. അതേസമയം രേവന്ത് റെഡ്ഡിയുടെ കത്തിന് കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള മറുപടി കത്തും പിണറായി വിജയൻ ഇന്ന് സമൂഹ മാധ്യമമായ എക്സിലൂടെ പങ്കുവച്ചു. രേവന്ത് റെഡ്ഡി അവർകളെ എന്ന അഭിസംബോധനയോടെ ആരംഭിച്ച കത്ത് കേരളത്തിൽ എല്ലാവർക്കും മാതൃക കാട്ടി മുന്നോട്ട് തന്നെ പോകും എന്ന വാക്കുകളോടെയാണ് അവസാനിക്കുന്നത്. RD എക്സ്ട്രാക്ട്, ന്യൂസ് മലയാളം. രേവന്ത് റെഡ്ഡിയുടെ പോമോനെ വിജയ പരാമർശത്തിന് രൂക്ഷ ഭാഷയിലായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയത്. ഡാഷ് മോനെ രേവന്തേ, നിനക്ക് മറുപടി വരുന്നുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ആ പ്രതികരണത്തിലേക്ക്. രേവന്ത് റെഡ്ഡി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികൾ, നമ്മൾ മര്യാദകൾ എന്നൊക്കെ പറയല്ലേ, അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ചേർന്ന രീതിയിലാണോ അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടൽ വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ സ്വയം ചിന്തിക്കട്ടെ. രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് പിന്നാലെ പോമോനെ വിജയ എന്ന പരാമർശം രേവന്ത് റെഡ്ഡി ഇന്നും ആവർത്തിച്ചു. കേരളത്തിലെ ജനത തോൽപ്പിക്കാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം പിണറായി വിജയൻ ഉൾക്കൊള്ളണമെന്നും ബൈ ബൈ പിണറായി എന്ന് വോട്ടർമാർ പറയുമെന്നും രേവന്ത് റെഡ്ഡി മാവേലിക്കരയിലെ പ്രചാരണ പരിപാടിയിൽ പറഞ്ഞു. Your time is over. Your expiry date is over. You don't have any time to continue. മുഖ്യമന്ത്രി പിണറായി വിജയന് സമനില തെറ്റിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. ഒന്നും കൂടി ചോദിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ആ ഡാഷും കൂടി പൂരിപ്പിച്ചേനേ എന്നും കേരളത്തിനത് എന്ത് നാണക്കേടാകുമായിരുന്നു അതെന്നും വി ഡി സതീശൻ പറഞ്ഞു. അതിലേക്ക് കൂടി. നിങ്ങൾ കേൾക്കാത്ത, ഭൂമി കേൾക്കാത്ത ഭാഷ ഒരു തമാശ എന്നും അദ്ദേഹത്തോട് പറയണമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. ഒന്നും കൂടി സമനില തെറ്റിയിരിക്കുകയാണ് പുള്ളിക്ക്. മൊത്തത്തിൽ ഒന്നും കൂടി തെറ്റിയ ഡാഷും കൂടി പുള്ളി പൂരിപ്പിച്ചാണ്. എൻ്റെ ദൈവമേ, കേരളത്തിന് എന്തൊരു നാണക്കേടായതിനെ രാജ്യം മുഴുവൻ. ഈ കേരളം അപമാനത്തോടുകൂടി തലകുനിച്ച് നിൽക്കേണ്ടി വന്നേനെ. രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ ഇത്തരം പരാമർശങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുന്നത് അസാധാരണവും വിചിത്രവുമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെയുള്ള പരാമർശങ്ങൾ തങ്ങൾ എല്ലാവരും അവഗണിച്ചിരുന്നു. എന്നാൽ നിലവിൽ അതല്ല സ്ഥിതി. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ രേവന്ത് റെഡ്ഡിക്ക് എത്രമാത്രം യോഗ്യതയുണ്ടെന്ന് അദ്ദേഹം സ്വയം പരിശോധിക്കട്ടെ എന്നും എം സ്വരാജ് കൂട്ടിച്ചേർത്തു.
പ്രസംഗത്തിലും മുഖ്യമന്ത്രിയൊക്കെ സംസാരിക്കുമ്പോൾ കുറെ കൂടി മുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നതെന്ന് ഓർത്ത് പറയുന്നതാണ് നല്ലത്. എന്നാലും പ്രസംഗത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് അവഗണിക്കുകയാണ് ചെയ്തത്. നമ്മൾ ആരും അത് ഏറ്റുപിടിക്കാൻ പോയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ ഇത്തരം പരാമർശങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുകയാണ് അദ്ദേഹം. അത് വളരെ അസാധാരണമാണ്, വിചിത്രമാണ്. ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് എത്രമാത്രം അർഹതയുണ്ട് എന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ. അതേസമയം തെലങ്കാനയ്ക്ക് നൽകിയ 6 ഗ്യാരണ്ടികൾ പാലിക്കാതെയാണ് രേവന്ത് റെഡ്ഡി ഇതേ വാഗ്ദാനങ്ങളുമായി കേരളത്തിൽ എത്തിയിരിക്കുന്നതെന്ന വിമർശനവുമായി മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകളും മുൻ BRS നേതാവുമായ കെ കവിതയും രംഗത്തെത്തി. കേരളത്തെ അദ്ദേഹത്തിന്റെ അടുത്ത ഇരയാക്കരുതെന്നും പുരോഗതി നിലനിർത്താൻ പിണറായി വിജയന്റെ തെളിയിക്കപ്പെട്ട നേതൃത്വത്തോടൊപ്പം നിൽക്കൂ എന്നും കവിത എക്സിലൂടെ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. They have given us 6 guarantees, out of which only half a guarantee is being fulfilled. That half guarantee is only of free bus. Other than that, no other guarantee is given in Telangana. They have cheated the youth of Telangana by not giving the jobs. They have cheated the farmers of Telangana by not giving them bonus. They have cheated the old age pensioners of Telangana by not increasing the pensions. They have cheated the backward classes of Telangana by not giving the reservations as they promised. So basically the total history of Congress in Telangana is nothing but corruption and cheating. Let the left survive in Kerala. Vijayanji has been doing a wonderful job. I appeal to all of you, do not believe in the Telangana Chief Minister. ഈ വാക്പോര് അതിരുകടന്നോ? നിശ്ചയമായിട്ടും അതിരുകടന്നു ഈ വിവാദം എന്നത് രണ്ടർത്ഥത്തിലും ശരിയാണ് ശ്യാമിലെ. ഒന്ന്, അതിരുകടന്ന വാക്പ്രയോഗമായി. 2, അതിരുകടന്ന് തെലങ്കാനയിലെ രാഷ്ട്രീയ വിഷയമായിട്ട് ഇത് മാറി. കെ കവിതയുടെ പ്രസ്താവനയും കൂടെ വന്നതോടെ ഇതിപ്പോൾ അവിടെയും സംസ്ഥാനത്തിൻ്റെ അതിരുകടന്ന് കേരളത്തിൻ്റെ അതിരുകടന്ന് തെലങ്കാനയിലെ ഒരു രാഷ്ട്രീയ പ്രശ്നവുമായിട്ട് മാറി എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ രണ്ടർത്ഥത്തിലും അതിരുകടന്ന വിവാദമായിട്ട് മാറി. എന്ന് മാത്രമല്ല, ഈ ദിവസത്തിൻ്റെ അതിരും കടക്കും. അതായത് തെരഞ്ഞെടുപ്പ് ദിവസത്തിൻ്റെ അതിര് കടന്നിട്ടും വളരുന്ന ഒരു രാഷ്ട്രീയ വിവാദമായിട്ട് നമ്മളിതിനെ കാണണം. നമുക്കിപ്പോൾ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ DMK ഒരു സുഹൃത്ത് എന്ന നിലക്ക് LDFനെയും ലെഫ്റ്റിനെയും കേരളത്തിലെ ലെഫ്റ്റിനെയും പരിഗണിക്കുമ്പോൾ ഇപ്പോൾ അവിടെ തെലങ്കാനയിലും ഈ കെ കവിത അവിടുത്തെ പ്രതിപക്ഷം ലെഫ്റ്റ് സർവൈവ് ചെയ്യട്ടെ എന്ന് പറയുന്നതിലൂടെ ഒരു സൗഹൃദം ഇങ്ങോട്ട് അവിടെ കൂടെ തെലങ്കാനയിൽ കൂടെ അങ്ങനെ ഒരു പ്രതിപക്ഷ കക്ഷിയെ കിട്ടിയിരിക്കുന്നു, കൂടെ ചേർന്ന് നിൽക്കാൻ കിട്ടിയിരിക്കുന്നു എന്ന പല ആംഗിളുള്ള കുറേ ദിവസങ്ങളിലേക്ക് കൂടെ ചർച്ച ചെയ്യാവുന്ന കുറേയേറെ കാര്യങ്ങളുടെ സംഗതിയായിട്ട് മാറി. പിന്നെ പക്ഷേ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ ഈ ഡാഷ് മോനെ എന്ന പരാമർശത്തോട് വലിയ വിയോജിപ്പുള്ള ആളാണ് ഞാൻ. എനിക്കതിനോട് ശക്തമായിട്ടുള്ള എതിർപ്പുണ്ട്. അദ്ദേഹം അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അത് പറയുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് മുഖ്യമന്ത്രി പദവിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾ പാലിക്കേണ്ടുന്ന ചില സാമാന്യ മര്യാദകളുണ്ട് എന്ന് അദ്ദേഹം രേവന്ത് റെഡ്ഡിയിലാക്കി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതേ കാരണത്താൽ തന്നെ മുഖ്യമന്ത്രി പദവിയിലൊക്കെ ഇരിക്കുന്ന വളരെ മുതിർന്ന രാഷ്ട്രീയക്കാർ, പൊതുപ്രവർത്തകർ, നമ്മുടേതുപോലൊരു സംസ്ഥാനത്ത് വളരെ രാഷ്ട്രീയ പ്രബുദ്ധമായുള്ളൊരു സംസ്ഥാനത്ത് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വലിയ സാഗൂതം ഈ രാഷ്ട്രീയ പ്രവർത്തന സംഗതികളെയൊക്കെ ശ്രദ്ധയോടെ നോക്കുന്ന, എന്ന് വെച്ചാൽ വോട്ടവകാശം ഇപ്പോഴില്ലാത്ത കുട്ടികളടക്കമുള്ള ആളുകൾ ഇതുപോലുള്ള സമയങ്ങളിലാണല്ലോ രാഷ്ട്രീയ സംഗതികളെ നോക്കുക. അപ്പോൾ അങ്ങനെ സാഗൂതം നോക്കി നിൽക്കുന്ന സമയത്ത് വളരെ മുതിർന്ന ആളുകൾ ഡാഷ് മോനെ എന്നൊക്കെ വിളിക്കുന്നത് ഒട്ടും സുഖകരമായൊരു അന്തരീക്ഷമല്ല കേരളത്തിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് ഞാനതിനെ അത് സുഖകരമായില്ല, അത് ശരിയായില്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പറയരുതായിരുന്നു എന്ന അഭിപ്രായം മുന്നോട്ട് വെക്കുന്ന ആളാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നു എന്ന ഒരു പ്രശ്നം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അദ്ദേഹം അതിലേക്ക് എത്തിച്ചേർന്നതാണ് എന്ന് ഇടതുപക്ഷക്കാർ പറയുന്ന കാര്യത്തോട് ചേർന്ന് നിൽക്കുകയും അത് ശരിയാണല്ലോ എന്ന് തോന്നലുണ്ടാവുകയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ രേവന്ത് റെഡ്ഡിയുടെ ഇവിടെ ഹാപ്പനിങ് അവേഴ്സ് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രേവന്ത് റെഡ്ഡിയുടെ ഈ പരാമർശം വന്നത്. ഞാനതിനെ വളരെ ചിരിയോടെയും സന്തോഷത്തോടെയും എടുത്ത് നീ പോമോനെ വിജയ എന്ന് അദ്ദേഹം പറയുന്നത്, രേവന്ത് റെഡ്ഡി പറയുന്നത് പിന്നെ അതിനു മുമ്പ് ആ സിനിമാ ഡയലോഗ് പറഞ്ഞിട്ട് തന്നെയാണ്. നീ പോമോനെ ദിനേശ എന്ന് പറഞ്ഞതിന് ശേഷം നീ പോമോനെ വിജയ എന്ന് പറയായിരുന്നു. പക്ഷേ ആ സിനിമാ ഡയലോഗാണ് വിജയ എന്ന് വിളിക്കുന്നതിലെ ഒരു പ്രായവ്യത്യാസമുള്ളൊരു അപമാനികൃഷ്ണമായിട്ടോ അല്ലെങ്കിൽ നീ എന്ന് വിളിക്കുന്നതിലെ ഒരു കുറച്ചിൽ സംഗതിയായിട്ടോ ഒന്നുമില്ലാത്ത വിധം അദ്ദേഹം ആദ്യം തന്നെ സിനിമാ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമാ ഡയലോഗിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയായിട്ടാണ് അന്തരീക്ഷത്തിലേക്ക് വരിക. അതുകൊണ്ട് ആ നിലക്ക്
അപ്പോൾ ആ നിലക്ക് ആ സമയത്ത് അതിനെ അനുവദിച്ചു കൊടുക്കാവുന്ന, ചിരിച്ചുകൊണ്ട് കേൾക്കാവുന്ന ഒരു സംഗതി അതിനകത്തുണ്ടായിരുന്നു. ഒരു തേർതലല്ലേ എന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പല്ലേ, അങ്ങനെ കുറച്ചുകൂടെയൊക്കെ റഫായിട്ടൊക്കെ കാര്യങ്ങൾ പോകുന്നൊരു കാലമായിട്ടാണ് ഈ രാഷ്ട്രീയക്കാരും നമ്മളെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണുന്നത്. ഇവരെല്ലാം നാളെ കൈകൊടുത്ത് തെലങ്കാന മുഖ്യമന്ത്രിയും സംസ്ഥാന മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ തുടരുകയാണെങ്കിൽ, പിണറായി വിജയൻ തുടരുകയാണെങ്കിൽ ഒരു വളരെ സന്തോഷത്തോടെ അങ്ങോട്ട് കൊണ്ട് ചിരിച്ച് ഒന്ന് ചിരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. തെരഞ്ഞെടുപ്പ് കാലത്ത് കുറച്ച് കൂടിയ സംഗതികളുണ്ടാകും. അപ്പോൾ അങ്ങനെ കണ്ടാൽ മതിയായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, വർത്തമാനം പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് പോലെയല്ല ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, സംസ്ഥാനത്തെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വന്നിട്ട് ഒരു പരാമർശം നടത്തിയതിന് ശേഷം അത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ലെറ്റർപാഡിൽ എഴുതുമ്പോൾ സീന് മാറി, കളി മാറിപ്പോയി. അതായത് നീ പോ മോനെ ദിനേശ എന്നെഴുതിയാൽ ആ സംഗതി ആകപ്പാടെ മാറും. അത് അദ്ദേഹം ചെയ്യരുതായിരുന്നു, രേവന്ത് റെഡ്ഡി ചെയ്യാൻ പാടില്ലായിരുന്നു. അത് അദ്ദേഹം അതിര് വിട്ടു, അത് ചെയ്യാൻ പാടില്ല. അതായത് തെരഞ്ഞെടുപ്പ് വേദിയിൽ നിങ്ങൾ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ ഈ ഭാഷകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും. തെലുങ്കിൽ നിന്ന് വന്ന് പറയുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായില്ലെങ്കിൽ സംഗതിയൊക്കെ മനസ്സിലാവും. നീ പോമോനെ ദിനേശ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും. നമുക്ക് ചിലപ്പോൾ തെലുങ്കിലുള്ള ചില സിനിമ ഡയലോഗ് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥമൊക്കെ അങ്ങ് പിടികിട്ടും, അല്ലേ? അങ്ങനെ നമുക്ക് ആ ഭാഷയൊന്നും അറിയില്ലെങ്കിലും പിടികിട്ടും. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഈ അദ്ദേഹത്തിന് ഈ സിനിമ ഡയലോഗ് പറഞ്ഞു കൊടുത്ത ആൾ വളരെ സിനിമ മോഹൻലാൽ ഗംഭീരമായിട്ട് അഭിനയിച്ച് ഇവിടുത്തെ എല്ലാവർക്കും മനസ്സിലാകുന്ന സവാരി ഗിരിഗിരി എന്നൊക്കെ പറയുന്ന പോലുള്ള ചില ഡയലോഗായിട്ടാണ് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം, കൂടുതലായിട്ട് ഈ ഡയലോഗിനെ അറിയാവുന്ന ഇടതുപക്ഷക്കാർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും എന്താണ് അത് ഏത് സീനിലാണെന്ന് പെട്ടെന്ന് ഓർമ്മ വരും. അതായത് വിജയിയായ ഹീറോ ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു താരം, അത്ര തന്നെ സൂപ്പർ സ്റ്റാർ പദവിയുള്ള ഒരു വലിയ നേതൃബിംബം, നായകബിംബം, ഇന്ദുചൂടൻ അല്ലേ, നരസിംഹത്തിലാണ് ഇന്ദുചൂടൻ, പരാജിതനാകാൻ പോകുന്ന വില്ലൻ ആയിട്ടുള്ള ആളുകളോട് പറയുന്ന ഡയലോഗാണിത്. അപ്പോൾ അതിനകത്ത് ഒരു ഇൻസൾട്ടുണ്ട്, ഒരു കളിയാക്കൽ, ഒരു ഇൻസൾട്ടുണ്ട്. അതങ്ങനെ വിട്ടുകൊടുക്കേണ്ടതല്ല എന്ന് തോന്നലുണ്ടാക്കുന്ന ഒരു ഇൻസൾട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ ഒരു തേർതൽ നടക്കുമ്പോൾ, ഒരു വലിയ പോരാട്ടം നടക്കുമ്പോൾ നമ്മളോട് മുഖത്തോട് വന്നിട്ട് നീ പോടാ പോനെ ദിനേശ. ഇതിലൊരു കാര്യമുള്ളത്, സിനിമയിലെ ഡയലോഗ് ഞാനിപ്പോൾ ഒന്ന് വെറുതെ ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കി. നീ പോ മോനെ ദിനേശ എന്നല്ല മോഹൻലാൽ പറയുന്നത്, നീ പോടാ മോനെ ദിനേശ എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ രേവന്ത് റെഡ്ഡിക്ക് ഈ കാര്യം പറഞ്ഞ ആള് അതിൻ്റെ വാക്കർത്ഥം മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവൂ. അദ്ദേഹം മനസ്സിലാക്കിയതും അങ്ങനെയായിരിക്കും. നീ പോ മോനെ വിജയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്വിറ്റ് ചെയ്ത് പോയിക്കോളൂ, നിങ്ങൾ ഈ ഭരണം വിട്ട് പോയിക്കോളൂ, ഞങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരർത്ഥമായിട്ടായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ അത് പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാതെ ഒരു മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്ത് വന്നിട്ട് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലാത്തങ്ങ് പറയുമോ എന്ന് നമുക്കൊരു സംശയമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അതിനകത്ത് ഈ സിനിമ കോണ്ടെക്സ്റ്റ് ശരിക്കും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാനും നിങ്ങളെ ഡീഗ്രേഡ് ചെയ്യാനും, എന്താണ് സുരേഷ് ഗോപിയുടെ വാക്കുണ്ടല്ലോ, ബിലിറ്റിൽ ചെയ്യാനും, അല്ലേ, അങ്ങനെയല്ലേ, അങ്ങനെ ചെയ്യാനുള്ള ഒരു സംഗതിയാണ്. അത് തെരഞ്ഞെടുപ്പ് വേദിയിൽ ഒരാളും അതങ്ങനെ വിട്ടുകൊടുക്കില്ല. തെരഞ്ഞെടുപ്പ് വേദി എന്ന് വെച്ചാൽ എറിയുന്ന കല്ലെല്ലാം പിടിച്ചിട്ട് തിരിച്ചറിയേണ്ടുന്ന ഒരു അന്തരീക്ഷമാണ്. അങ്ങനെ ഞാൻ തോറ്റു എന്ന് കാണിക്കാൻ ഒരു നേതൃബിംബത്തിലുള്ള ആൾക്കും പറ്റില്ല. തെരഞ്ഞെടുപ്പിൽ ആർക്കും പറ്റില്ല. നിങ്ങൾ ഡീല് പറഞ്ഞാൽ തിരിച്ചൊരു ഡീലടിക്കും, നിങ്ങൾ വോട്ട് കച്ചവടം നടത്തുന്ന പറഞ്ഞാൽ തിരിച്ചു പറയണം. അത് തെരഞ്ഞെടുപ്പ് വേദിയിലെ ഒരു വസ്തുതയാണ്. അത് നമ്മളിപ്പോൾ ഇതൊന്നും കാണാതെ ഇപ്പോൾ കുറേ ആളുകൾ, ബുദ്ധിജീവികളായിട്ടുള്ള ആൾ, അയ്യോ ഇങ്ങനെ ചെയ്തല്ലോ, അയ്യോ ഡേഷ് മോനെ എന്ന് വിളിച്ചല്ലോ എന്നൊക്കെ പറയുന്നതിൽ അവിടെ മാത്രം അമ്പരക്കരുത്. അമ്പരക്കുമ്പോൾ നിങ്ങൾ മറ്റേതിലെ അതിരുകടക്കലിനെയും അമ്പരക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് അങ്ങനത്തെ ഒരു തേർതൽ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വേദി എന്ന് വെച്ചാൽ അതിരൂക്ഷമായിട്ടുള്ള വാക്ക് പ്രയോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സംഗതിയാണ്. ജയിക്കാനാണ് എല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് കളിക്കുന്നത്. അതായത് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഫുട്ബോൾ വേദിയിൽ ഇറങ്ങിയിട്ട് ഞാൻ ക്രിക്കറ്റിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് കളിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾക്ക് ഇങ്ങോട്ട് അറ്റാക്ക് വരുമ്പോൾ തിരിച്ച് അതേ നിലക്ക് കാര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാകും എന്ന കാര്യം ആളുകൾ മനസ്സിലാക്കും, ആളുകൾക്കറിയാം അത്. അതുകൊണ്ട് തിരിച്ച് അതിനെ ചെറുതാക്കുന്ന, തന്നോട് ഇങ്ങോട്ട് പറഞ്ഞ വാക്ക് ആയുധത്തെ നിർവീര്യമാക്കുന്ന, അതിനെ ചെറുതാക്കി കളയുന്ന ഒരു ഡയലോഗ് അങ്ങോട്ട് അടിച്ചേ പറ്റൂ. ആ ഡയലോഗ് ഇത് തന്നെ വേണമായിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ കാരണം ഡാഷ് മോനെ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് കടന്ന ഒരു പരാമർശമുണ്ട്. ഇപ്പം നാളെ മുഖ്യമന്ത്രിക്ക് വന്നിട്ട് പറയാം, ഞാൻ സുരേഷ് ഗോപി പറഞ്ഞ പോലെ പോ മോനെ, ഡാഷിൻ്റെ അടുത്ത് പോ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊന്നുമോനെ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറയാം. പക്ഷേ നമുക്കറിയാം അതിനകത്ത്, പ്രത്യേകിച്ച് ഇപ്പം പിണറായി വിജയൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ നാട്ടിലേക്ക് ഒരു 10-12 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ആ നാട്ടിലൊക്കെ എന്താണ് ഇത് പ്രയോഗിക്കപ്പെടുക എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് കടന്ന അഭിപ്രായ പ്രകടനമായി. മുഖ്യമന്ത്രി അത് ആ വാക്കല്ലാതെയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടെത്തിയിട്ട് പറയുന്നതായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാര്യങ്ങൾ നന്നായിട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ഒരു പ്രേക്ഷകനും പൗരനും മാധ്യമപ്രവർത്തനം എന്ന നിലക്ക് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അതുണ്ടായില്ല. അവരവരുടെ സ്വയം കാര്യങ്ങളാണല്ലോ അവർ നിശ്ചയമായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നിലക്ക് കുറച്ച് കടന്നുപോയി. പക്ഷേ അതിന് തുടക്കം കുറിച്ചത് രേവന്ത് റെഡ്ഡിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രേവന്ത് റെഡ്ഡിക്ക് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് ഇപ്പോൾ ആരാ ജയിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും
മുഖ്യമന്ത്രി ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തല്ലോ എന്ന് UDF-കാരും വിചാരിക്കും, നല്ല മറുപടി കൊടുത്തല്ലോ എന്ന് LDF-കാരും വിചാരിക്കും. ഇപ്പോൾ താഴെ തട്ടിൽ വളരെ മുറുകിയിട്ട് വെയിലത്ത് മുഴുവൻ പണിയെടുത്ത ഇടതുപക്ഷക്കാർക്ക് അവരുടെ മുഖ്യമന്ത്രി, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃബിംബത്തെ മറ്റൊരു സംസ്ഥാനത്തെ ഒരു നേതാവ്, താരതമ്യേന ചെറുപ്പക്കാരനായുള്ളൊരു മുഖ്യമന്ത്രി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഒരു മറുപടി പിണറായി വിജയൻ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്ക് സുഖമാവില്ല. അത് ആ കല്ല് തിരിച്ചറിയാതെ വിട്ടത് മോശമായി പോയി എന്ന് ഒരു തോന്നലുണ്ടാകും. അപ്പോൾ അദ്ദേഹം അത് കൊടുത്തത് ആ നിലക്ക് തെരഞ്ഞെടുപ്പ് വേദിയിൽ നന്നായി. പക്ഷേ അതോടൊപ്പം നമ്മൾ ചേർത്ത് കാണേണ്ട ഒരു കാര്യം, രേവന്ത് റെഡ്ഡി അറിയാതെ ചെയ്തു പോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തെ ആകെപ്പാടെ ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിലുള്ളൊരു സംഗതി ഉണ്ടായി. ഇപ്പം LDF സർക്കാർ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ നേട്ടങ്ങളെയൊക്കെ എഴുതിക്കാട്ടാൻ കൂടെ അദ്ദേഹം എഴുത്തിലൂടെ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഭാഗം അതായത് അതിലെന്തെങ്കിലും തെറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പറയാനില്ല. കാരണം കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന തെലങ്കാനയിൽ വളരെ മെച്ചപ്പെട്ടതാണ്, ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളം മോശമാണെന്ന് താൻ പറയാൻ പോയത്. പക്ഷേ അതിന് നല്ല വൃത്തിയായിട്ടുള്ള മറുപടി പിണറായി വിജയൻ കൊടുക്കുകയും ചെയ്തു. അവിടെ പക്ഷേ ഈ നീ പോമോനെ ദിനേശ എന്ന ടെക്സ്റ്റിൽ മുഖ്യമന്ത്രിയുടെ ലെറ്റർ ഹെഡിൽ എഴുതി വെച്ച രേവന്ത് റെഡ്ഡിയെ പക്ഷേ ഡിയർ രേവന്ത് റെഡ്ഡി എന്ന് എഴുതിക്കൊണ്ട് അതിനകത്ത് വളരെ മാറ്റർ ഓഫ് ഫാക്റ്റായിട്ട് രണ്ട് ഔദ്യോഗിക സംവിധാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് അയക്കുമ്പോൾ, എഴുത്ത് രേഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുമ്പോൾ ചെയ്യുന്നത് പോലുള്ള വാക്കുകളിലൂടെ മാത്രമാണ് പിണറായി വിജയൻ അത് ചെയ്തത്. അപ്പോൾ പിണറായി വിജയൻ പിന്നീട് പറഞ്ഞു നിൽക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു. അതായത് എന്നോട് പെരുമാറിയതുപോലെ തെരഞ്ഞെടുപ്പ് വേദിയിൽ അതിന് കുറച്ചുകൂടെ കൂടിയ അളവിൽ ഞാൻ മറുപടി കൊടുത്തു. പക്ഷേ അതേസമയം ഔദ്യോഗികമായിട്ട് പേപ്പറിലൂടെ മറുപടി കൊടുക്കുമ്പോൾ ഞാൻ അതിനകത്ത് പാലിക്കേണ്ടുന്ന ഈ ഒരു കീഴ്വഴക്കവും മാന്യതയും ഞാൻ പാലിച്ചു എന്ന് അദ്ദേഹത്തിന് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ രണ്ടും കൂടെ സമഗ്രമാക്കി പറഞ്ഞാൽ എനിക്ക് അദ്ദേഹം പറഞ്ഞ ആ വാക്കിനോട് നല്ല വിയോജിപ്പും എതിർപ്പും അത് പാടില്ലായിരുന്നു എന്ന തോന്നലുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയതിൽ രേവന്ത് റെഡ്ഡിക്കുള്ള ഈ പങ്കാളിത്തത്തെക്കുറിച്ച് അദ്ദേഹം അത് പറയാതിരിക്കണമായിരുന്നു എന്ന സംഗതിയെക്കുറിച്ച് എനിക്ക് ആ നിലക്കുള്ളൊരു അഭിപ്രായമുണ്ട്. എന്താ ശ്യാമലിക്ക് തോന്നുന്നത്? പറഞ്ഞോ? അല്ല, അതെ, ഞാനിത് മുഴുവൻ കേൾക്കായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, വളരെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഒരു പോപ്പുലർ ഡയലോഗുണ്ട്, കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വൃത്തിയുള്ള വേർഷനാണ് സനീഷ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അതിനുശേഷം നിരന്തരം ഇത് പറഞ്ഞ് പിന്നീട് അതിനൊരു മറുപടി മേടിക്കുന്നു. ആ മറുപടി ഇതായിരുന്നേ ഉള്ളൂ. ഞാൻ ആ മറുപടി കണക്കിലെടുക്കുന്നില്ല, അത് ഞാൻ മാറ്റിവെച്ചു. ഡാഷ് മോനെ രേവന്ത എന്നുള്ളത് ഞാൻ മാറ്റിവെച്ചു. എങ്കിലും ഞാൻ ആലോചിക്കാം, മറ്റൊരു സംസ്ഥാനത്തുള്ളൊരു മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇവിടെ UDF-ൻ്റെ വിജയത്തിന് വേണ്ടി ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നു. ആവാം, താരപ്രചാരകർ വരുന്നുണ്ടല്ലോ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇങ്ങോട്ട് വരുന്നു. ബൃന്ദ കാരാട്ടും പ്രകാശ് കാരാട്ടും തുടങ്ങി വലിയ നേതാക്കൾ, രാഹുൽ ഗാന്ധി അടക്കം ഇങ്ങോട്ട് വരുന്നു. എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും പറയുന്നു രാഹുൽ ഗാന്ധി ഇവിടെ വന്നു. രാഹുൽ ഗാന്ധി വന്നിട്ട് ഡീലാരോപണങ്ങൾ ഉന്നയിക്കുന്നു, സ്വർണ്ണക്കൊള്ള ആരോപിക്കുന്നു, മോദിയുമായി കൂട്ടുകച്ചവടമാണ് CPM എന്ന് ആരോപിക്കുന്നു, CJP എന്ന് ആരോപിക്കുന്നു. എല്ലാം രാഷ്ട്രീയ ആരോപണങ്ങളല്ലേ? അവിടെ വ്യക്തി അധിക്ഷേപം ഉണ്ടോ? ഇല്ല. ഇതുപോലെയുള്ള സിനിമാ ഡയലോഗുകളുണ്ടോ? പാട്ടുപാടി രാഹുൽ ഗാന്ധി സ്വർണം കട്ടത് ആരപ്പ. അപ്പോൾ ആളുകൾ അതിനെ മറ്റൊരു രീതിയിൽ ട്രോളി, അല്ലെങ്കിൽ ഇപ്പുറത്തുനിന്ന് ഇവരും രാഷ്ട്രീയപരമായി അതിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ മറ്റ് ഡയലോഗുകളും പാട്ടുകളും ഇറക്കി. ഒരു മുത്തപ്പൻ പാട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, വളരെ റീസെന്റ്. അതെ, അത് വലിയ ഹിറ്റായി. ഇത് രാഷ്ട്രീയമല്ലേ? അതിലെ എല്ലാ വാചകങ്ങളും ഈ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാണല്ലോ വാചകങ്ങൾ. അവിടെ എവിടെയെങ്കിലും ഈ തരത്തിലുള്ള ഒരു പോമോനെ വിജയ എന്ന നിലയ്ക്ക് ഒരു സിനിമാ ഡയലോഗ് എവിടെയെങ്കിലും വന്നു? ഇനി സിനിമാ ഡയലോഗ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഈ പറഞ്ഞതുപോലെ ഈ സിനിമാ ഡയലോഗ് ഏത് ഘട്ടത്തിൽ ഈ താരം, സൂപ്പർ താരം ആരോട് പറയുന്നു എന്നുള്ളതാണ്. അതായത് തന്നേക്കാൾ ശോഷിച്ച ഒരു എതിരാളി, ആ എതിരാളിയെ പുച്ഛിച്ച് തള്ളുന്ന ഒരു ഡയലോഗാണല്ലോ നീ പോടാ മോനെ ദിനേശ എന്ന് പറയുന്നത്. അത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, പ്രായത്തിൽ ഉയർന്ന, തന്നേക്കാൾ രാഷ്ട്രീയ പാരമ്പര്യമുള്ള, വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, ഈ സംസ്ഥാനം 10 കൊല്ലമായി ഭരിക്കുന്ന, അതിനു മുമ്പ് ഇവിടുത്തെ ഒരു പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഒരാളെ വിശേഷിപ്പിക്കേണ്ട കാര്യമുണ്ടോ? സത്യത്തിൽ ഇത്തരം ഒരു അംഗത്തട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെയാണോ ഒരു പ്രചാരണം എന്ന നിലക്ക് നയിക്കേണ്ടത്? വെറും കേവലമായ ചില അണികളുടെ കയ്യടികൾക്ക് വേണ്ടി മാത്രം ആരോ പറഞ്ഞു കൊടുത്ത് ചിലപ്പോൾ ഉച്ചരിച്ച് അങ്ങനെ എന്നെ പറയുന്നതായിരിക്കാം, ഈ മറ്റു ആളുകൾ പാടുന്നത് പോലെ. പക്ഷേ അപ്പോൾ പോലും ഞാൻ ചോദിക്കുന്നത്, പ്രചാരണത്തിൽ ഒരു കാര്യം പലയാവർത്തി പറഞ്ഞ് ഈ തരത്തിലാണോ അതിനെ പ്രയോഗിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്കറിയാത്തത്. ഇനി മലയാളം അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ അർത്ഥമറിയാതെ പറഞ്ഞതുമായിരിക്കും. ഈ പറയുന്ന പോലെ ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ മെസ്സി കൈയടിച്ചപ്പോൾ ഭാഷ മനസ്സിലാവാനായിട്ടാണെന്ന് നമ്മൾ പറയുന്നില്ലേ, അതുപോലെ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ അത് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയല്ല,
ആ കാര്യം പിന്നീടെങ്കിലും ആരെങ്കിലും പറഞ്ഞു കൊടുത്തു കാണും, ഇതിൽ ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഈ തരത്തിൽ ചർച്ചയാവുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അത് റിപ്പീറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അപ്പോഴും ഇവിടെ ഇരിക്കുന്ന ഈ LDF എന്ന് പറയുന്നവർ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് ആദ്യം തന്നെ ശ്രമിച്ചത്. കാരണം രേവന്ത് റെഡ്ഡി ഇവിടെ വന്നതിന് ശേഷം തെലങ്കാനയിലേക്ക് ക്ഷണിച്ചു, അവിടുത്തെ ഗ്യാരണ്ടി കാണുവാൻ വേണ്ടി, വികസനം കാണുവാൻ വേണ്ടി, തെലങ്കാനയെ മാതൃകയാക്കാം എന്ന നിലയിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള 10 കൊല്ലം ഭരിച്ച ഈ സർക്കാർ എന്ത് ചെയ്തു? ഇവിടുത്തെ ഭരണ നേട്ടങ്ങൾ വെച്ചും അതുമാത്രവുമല്ല അവിടെ നിന്ന് തെലങ്കാനയിൽ നിന്ന് ഇങ്ങോട്ട് പഠിക്കുവാൻ വന്ന ചില കേരള മാതൃകകളുണ്ടല്ലോ, ആ മാതൃകകൾ പഠിക്കാൻ ഒരു സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ സർക്കാരിൻ്റെ ഭാഗമായി എന്നടക്കം കണ്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അങ്ങോട്ട് ആദ്യം വെച്ചു. ഇത് രാഷ്ട്രീയമാണല്ലോ, അതും രാഷ്ട്രീയമാണ്. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും പ്രചാരണത്തിനെടുക്കുകയല്ല, അദ്ദേഹം ഔദ്യോഗിക ലെറ്റർ പാഡ്. എന്താണ് ഔദ്യോഗിക ലെറ്റർ പാഡ് എന്ന് പറയുന്നത്? ഇത് ഒരു നോട്ട് പുസ്തകത്തിൻ്റെ താളല്ല ഔദ്യോഗിക ലെറ്റർ പാഡ് എന്നുള്ളത്, അതൊരു സ്ഥിരീകരണ രേഖയാണല്ലോ ശരിക്കും. അങ്ങനെയല്ലേ നമ്മളതിനെ പരിഗണിക്കുന്നത്? ഏത് കമ്പനിയുടെ ആണെങ്കിലും ഈ പറയുന്ന പോലെ സർക്കാരിൻ്റെ ഭാഗമാണെങ്കിലും ഒരു ഔദ്യോഗിക രേഖ എന്നുള്ള നിലക്ക ആ രേഖയിൽ ഒരു മുഖ്യമന്ത്രി എഴുതുകയാണ് വീണ്ടും ഓ മോനെ വിജയ എന്നുള്ളത്. അതായത് നേരത്തെ മുന്നോട്ട് വെച്ച തെലങ്കാനയിൽ നിന്ന് ഞങ്ങൾക്കൊന്നും മാതൃകയാക്കാനില്ല, കേരളത്തിനൊന്നും പഠിക്കാനില്ല, ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നതിന് ആ തരത്തിലല്ല മറുപടി കൊടുത്തിരിക്കുന്നത്. വീണ്ടും ഈ പറയുന്നത് പോലെ ഫാക്റ്റുകളുടെ ബാക്കപ്പ് ഇല്ലാത്ത, അങ്ങനെയല്ലേ മുഖ്യമന്ത്രിയും എഴുതിയിരിക്കുന്നത്, ഫാക്റ്റുകളുടെ ബാക്കപ്പ് ഇല്ലാത്ത ഒരു ഒഴുക്കൻ മറുപടി അതിൻ്റെ ബാക്കിയായിട്ട് പേരെഴുതി ഒപ്പിടുന്നത് പോലെ ഈ ഡയലോഗും വീണ്ടും വെക്കുന്നു. ആ ഘട്ടത്തിലാണല്ലോ ഇങ്ങോട്ട് പറയുന്നത്. അപ്പോഴും ഏതൊക്കെ കാര്യത്തിൽ അതിനുശേഷം വീണ്ടും ഭരണനേട്ടങ്ങൾ വിവരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വീണ്ടും മറുപടി കൊടുക്കുന്നു. സത്യത്തിൽ ഏതൊക്കെ കാര്യത്തിൽ എന്ത് കാര്യമായിരുന്നു നമ്മൾക്ക് തെലങ്കാനയിൽ നിന്ന് പഠിക്കേണ്ടതെന്നുള്ള നേരത്തെ ഇത് കോൺഗ്രസ്സുകാർ പോലും മനസ്സിലാക്കണം. ഇപ്പോൾ കവിത പറഞ്ഞതുപോലെ ഗ്യാരണ്ടികൾ എത്ര ശതമാനം അവിടെ നടപ്പാക്കി എന്നുള്ളത്, നമ്മുടെ രീതിയിൽ അവിടെ പെൻഷൻ നടപ്പാക്കാനുള്ള, വിതരണം നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നു. പക്ഷേ അത് 25 മാസമായി 2 കൊല്ലം അല്ലേ, 2 കൊല്ലം 1 മാസവുമായിട്ട് പെൻഡിങ് ആണെന്നാണ് അവിടെ BRS അടക്കമുള്ള സംഘടനകൾ ആരോപിക്കുന്നത്. നമ്മൾക്കതിൻ്റെ വസ്തുത അറിയില്ല, എങ്കിൽ പോലും അവിടുത്തെ പ്രതിപക്ഷം അങ്ങനെയാണ് ആരോപിക്കുന്നത്. അത് പെൻഡിങ്. അതുമാത്രമല്ല, നമ്മളുടെ ഡിജിറ്റൽ ഭൂമി രേഖയെക്കുറിച്ച് പഠിക്കാനാണ് വിദഗ്ധ സംഘം ഇങ്ങോട്ട് എത്തിയിരുന്നത്. അതും പിണറായി വിജയൻ തന്നെ മറ്റൊരു ഇതിലൂടെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി സുസ്ഥിര വികസന സൂചിക, അതിദാരിദ്ര്യ മനുഷ്യർ, ശിശുമരണ നിരക്ക്, സാക്ഷരത നിരക്ക്, ഈ കാര്യങ്ങളിലൊക്കെ കേരളം വലിയ നേട്ടങ്ങൾ ഈ ഘട്ടത്തിലൊക്കെ കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ ശതമാനം നിരത്തി തന്നെ തെലങ്കാന ഈ കാര്യങ്ങളിലൊക്കെ കേരളം കൈവരിച്ച നേട്ടങ്ങളെക്കാൾ എത്രയോ പിന്നിലാണ് എന്ന രീതിയിൽ കണക്കുകളൊക്കെ നിരത്തിക്കൊണ്ട് ചില പോയിന്റുകൾ അവിടെ പറഞ്ഞിട്ടുണ്ടെന്നേ. ആ പോയിന്റുകളാക്കി തന്നെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി എതിർക്കണമെന്ന് പറയുന്ന ആളാണ് ഞാൻ ഈ ഘട്ടത്തിൽ. അതിന് പകരമാണ് സിനിമ ഡയലോഗ് വീണ്ടും പറയും ഞാൻ. അതിനുശേഷം ഞാൻ പറയുകയാണ്, ഇനി വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള 2 ഫേസ്ബുക്ക് പേജുണ്ട്. എന്തിനാണ് 2 ഫേസ്ബുക്ക് പേജ്? അങ്ങനെയെങ്കിൽ ഒന്ന് മതിയല്ലോ. ഈ ലെറ്റർ ഹെഡ് ഇങ്ങനെ നോട്ട് പുസ്തകത്തിൻ്റെ താളായിട്ട് ഉപയോഗിക്കുന്ന രേവന്ത് റെഡ്ഡിയെ സംബന്ധിച്ച് ചിലപ്പോൾ അങ്ങനെ മതിയായിരിക്കാം. പക്ഷേ ഇവിടെ പിണറായി വിജയന് 2 ഫേസ്ബുക്ക് പേജുകളുണ്ട്. ചീഫ് മിനിസ്റ്റർ ഓഫ് CMO ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഒരിക്കലും ഇടത് രാഷ്ട്രീയമോ ഇടത് പ്രത്യയശാസ്ത്രമോ പ്രചാരണത്തിൻ്റെ ചിത്രങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പിണറായി വിജയൻ പങ്കുവച്ചതായി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന്, സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെക്കും. അതല്ലേ സത്യത്തിലൊരു വിവേചന ബുദ്ധി? അങ്ങനെയല്ലേ ഒരു ലെറ്റർ ഹെഡ് ഉപയോഗിക്കുമ്പോൾ ഒരു ഭരണാധികാരിയോ ആരെങ്കിലും ഒരു പാർട്ടിയുടേതോ സംഘടനയുടെയോ തലപ്പത്ത് നിൽക്കുന്ന ഒരാൾ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള ഒരു വിവേചന ബുദ്ധി രേവന്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അത് അവർ പറഞ്ഞു കൊടുത്തിട്ടുള്ള, അവിടെയുള്ളവരും പറഞ്ഞു കൊടുത്തിട്ടില്ല. കൂടെ നിന്ന് ഇപ്പോൾ ആരൊക്കെയാണോ ഈ കൂട്ടത്തിലുള്ളത്, ഈ പറയുന്ന പോലെ സിനിമ ഡയലോഗുകൾ എഴുതി കൊടുക്കുന്നത്, അവരും അത് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രഖ്യാപിതമായ ചില ഡിക്ഷണറികളുണ്ടല്ലോ, ആ ഡിക്ഷണറികളുടെ കൂടെ കൂട്ടിക്കെട്ടേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതൊക്കെ മുഖ്യമന്ത്രി അല്ലാതെയുള്ള സന്ദർഭങ്ങളിൽ പല ഘട്ടങ്ങളിൽ, അത് നമുക്കൊക്കെ വിയോജിപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ്. പല ആളുകളെ പലതരത്തിൽ വിശേഷിപ്പിച്ചതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. രാഷ്ട്രീയമായി ഈ പറയുന്നത് പോലെയുള്ള ഘട്ടങ്ങളിലൊക്കെ, മൂർത്തമായ ഘട്ടങ്ങളിലൊക്കെയാണ് അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇത് പറഞ്ഞു പറയിപ്പിച്ചതാണ്. അതിനുശേഷം മാത്രമാണ്, അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്, കിട്ടിയോ ഇല്ല, ചോദിച്ചു വാങ്ങി എന്നുള്ളത്. അത് ഒരു പക്ഷത്തെ ചിലപ്പോൾ ഇവിടെയുള്ളവരുടെ ആളുകളുടെ, കേരളത്തെ ഇത്രയധികം ഇകഴ്ത്താൻ വേണ്ടി അതിലെ മുഖ്യമന്ത്രിയെ കരിവാക്കി അദ്ദേഹത്തെ ഒരു വാക്കാൽ വിശേഷിപ്പിച്ച് ഇവിടെയുള്ള മറ്റു കാര്യങ്ങളെ മുഴുവൻ റദ്ദ് ചെയ്യുന്ന തരത്തിലൊക്കെ അതിനെ വായിച്ചെടുക്കുന്നവരുണ്ട്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പരാമർശം വന്നിരിക്കുന്നത്. ശ്യാമിൽ ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന വേറൊരു കാര്യം, അതായത് ഇതിപ്പം ഈ ശ്യാമിൽ പറഞ്ഞതുപോലെ ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യൽ പേപ്പറിൽ
ഇങ്ങനൊരു കാര്യം എഴുതിയപ്പോൾ അത് ശരിയല്ല എന്നാരും പറഞ്ഞില്ല ആ ഘട്ടത്തിൽ. ഇതിപ്പോൾ ഡാഷ് മോനെ വന്നപ്പോഴാണല്ലോ വലിയ ചർച്ചയായത്. അപ്പോൾ ഞാനത് ആലോചിക്കുകയാണ്, ഈ ഡാഷ് മോനെ ചർച്ച ചെയ്യുന്നത് നമ്മളിപ്പോൾ ഡാഷ് മോനെ എതിർക്കുന്ന ഒരുപാട് മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ടാവും. ഇതേക്കാൾ കടന്ന ഒരു ഡയലോഗായിരുന്നു ഈ സിനിമാക്കാരുണ്ടല്ലോ, കുറച്ച് കുഴപ്പക്കാരാണ് അവർ. ഇങ്ങനെ പിന്നെ അത് പാടില്ല എന്നും നമുക്ക് പറയാനും പറ്റില്ല. പിന്നെ എല്ലാം വളരെ ശുദ്ധിവാചകങ്ങൾ മാത്രം എഴുതാമെന്നല്ലോ കലയിൽ. അപ്പോൾ അതുകൊണ്ട് സിനിമ ശരിയല്ല എന്ന് പറയുന്ന കാര്യമില്ല. ഇപ്പോൾ ലൂസിഫറിലാണോ ആണെന്ന് തോന്നുന്നു, മറ്റേ നിൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്നൊരു ഡയലോഗ് ലൂസിഫറിലാണ്. അപ്പോൾ അതന്ന് ഈ ഒരു കേരളത്തിലൊരു പ്രധാനപ്പെട്ട വാർത്താ അവതാരകൻ, എൻ്റെ ഓർമ്മയിൽ എനിക്കിപ്പോൾ ഓർമ്മ വന്നാണ്, ഞാനത് പ്രത്യേകിച്ച് നോക്കിയല്ല, അതായത് എന്തോ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ആ അവതാരകൻ സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്നിട്ട് ആരോ അദ്ദേഹത്തോട് എന്തോ കടുത്ത് പറഞ്ഞതിന് മറുപടിയായിട്ട് അദ്ദേഹം നിൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് സിനിമയിലെ ഡയലോഗ് കോട്ട് ചെയ്തിട്ട് പറയണ്ടായിരുന്നു. എനിക്കുറപ്പാണ് ആ അവതാരകൻ ഇന്ന് ഡാഷ് മോനെ എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഉറപ്പായിട്ടും ഇതിൻ്റെ പേരിൽ എതിർക്കും. അപ്പോൾ ആളുകൾ അവരവർ ചെയ്യുന്നതും അവരവരുടെ രാഷ്ട്രീയ പക്ഷത്ത് നിന്ന് ആളുകൾ ചെയ്യുന്നതുമൊക്കെ മറന്നുപോകും. അതിനെ നന്നായിട്ടാണ് കാണുക. അതുകൊണ്ടാണ് ഈ ലെറ്റർ ഹെഡിൽ നീ പോമോനെ ദിനേശ എന്ന് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നേരെ എഴുതിയതിൽ അഭംഗി ആ ഘട്ടത്തിൽ ആരും ചർച്ചയാവാതിരിക്കുകയും ഇപ്പോൾ ഈ ഡാഷ് മോനെ എന്ന് എഴുതിയത് ശരിയല്ല എന്ന കാര്യം വരുമ്പോൾ മാത്രം ഈ വലിയ തോതിലുള്ള ചർച്ചയാവുകയും ചെയ്യുന്നത്. പണ്ട് അവരവർ തന്നെ ചെയ്ത കാര്യങ്ങൾ പലർക്കും ഓർമ്മയുണ്ടായിരുന്നു. അത് പക്ഷേ ഞാനിവിടെ പറയുന്നത്, എൻ്റെ അഭിപ്രായം ഇത് മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ലായിരുന്നു. കേരളം പോലൊരു സ്ഥലത്ത് ഇങ്ങനൊരു കാര്യം പറയാൻ പാടില്ലായിരുന്നു. അതേസമയം പിന്നെ രേവന്ത് റെഡ്ഡി ഇനിയെങ്കിലും അദ്ദേഹം ഇതുപോലൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉടനടി കയറിയിട്ട് അതാത് നാടുകളിൽ പോയിട്ട് അവിടുത്തെ ഈ നായകന്മാർ വില്ലന്മാരോട് പറയുന്ന അഗ്രസീവായിട്ടുള്ള ഡയലോഗ് എടുത്തിട്ട് രാഷ്ട്രീയ എതിരാളികളോട് മിണ്ടാൻ പോകരുത്. അപ്പോൾ തിരിച്ച് ഇതുപോലത്തെ വല്ല മറുപടിയും കിട്ടും എന്ന് അദ്ദേഹം കൂടെ മനസ്സിലാക്കട്ടെ എന്ന് പറയാം. അവസാനിപ്പിക്കാം. ജനാധിപത്യത്തിൽ ആശയപരമായ സംവാദങ്ങൾ അനിവാര്യമാണെങ്കിലും വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് കടക്കുന്നത് ആരോഗ്യകരമായ പ്രവണതയല്ലെന്ന് ആദ്യമേ വ്യക്തമാക്കട്ടെ. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇരു മുഖ്യമന്ത്രിമാരുടെയും വാക്പോരിലൂടെ വെളിവാകുന്നത്. ഇതാദ്യമായിട്ടാകും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായി അയച്ച കത്തിൽ ഇങ്ങനെ പ്രകോപനപരമായ രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ആ പ്രകോപനപരമായ വാക്കുകൾക്കുള്ള മറുപടിയും അതേ ഭാഷയിൽ തന്നെ ആവുകയും ചെയ്തു. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ നേതാക്കൾ പരസ്പരം ചെളിവാരി എറിയുന്ന കാഴ്ചയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ ഉടനീളം നാം കണ്ടത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ് ഇത്തരമൊരു പ്രചാരണത്തിന് തുടക്കമിട്ടത്. എന്നാൽ അത് ഒരുപടി കൂടി കടന്ന് ആദ്യം മൈക്കിലൂടെയും പിന്നീട് ഔദ്യോഗിക കത്തിലൂടെയും പിണറായി വിജയനെ കടന്നാക്രമിക്കുകയാണ് രേവന്ത് റെഡ്ഡി ചെയ്തത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെങ്കിലും രേവന്ത് റെഡ്ഡിയെ തിരുത്താൻ ശ്രമിക്കണമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഡാഷ് മോനെ പരാമർശവും മോശമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. മുഖ്യമന്ത്രി അത്തരം പദപ്രയോഗങ്ങൾ ഒഴിവാക്കി വേണമായിരുന്നു സംസാരിക്കാൻ. പരസ്പരം ആശയങ്ങൾ കൊണ്ട് സംവദിക്കുന്നതിന് പകരം ഇത്തരം വ്യക്തിപരമായ അധിക്ഷേപം ശരിയായ രാഷ്ട്രീയമല്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്.